കഴിക്കും മോനെ. കോഴി അവിടെയും കിട്ടും, പക്ഷെ ഈ കോഴിന്റെ രുചിയുണ്ടല്ലോ. അതെന്താ അവിടുത്തെ കോഴിക്ക് രുചിയില്ലേ? കുറെ കാശുണ്ടാക്കാമെന്നല്ലാതെ അവിടെ എന്തിനാ രുചിയുള്ളത്? ഈ രുചി വേറെ എവിടെയെങ്കിലും കിട്ടുമോ സാബറ? നീ ഇട്ടുണ്ടോ? ഇതോ? ഞാനില്ലേ? ഈ നൈറ്റ് ഗൗൺ വാങ്ങുമ്പോ ഇതിട്ടോണ്ട് നിൽക്കുന്ന നിന്നെ ഞാൻ കിനാവ് കാണുമായിരുന്നു. എന്നിട്ടിപ്പോ ഇടില്ലെന്നു. പ്ലീസ്. ഇങ്ങനെ വിളക്കൊന്നും കെടുത്തി. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഒരു കൊല്ലം കഴിഞ്ഞു വീണ്ടും ആദ്യരാത്രി. എല്ലാ ഗൾഫുകാർക്കും ഇങ്ങനെ ഓരോ അവധിക്കും ഓരോ ആദ്യരാത്രി. ഇന്ന് ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. അതെന്താ? ഒരു കൊല്ലം എനിക്കൊരു കൊല്ലം. ഒറ്റയ്ക്ക് തെളിഞ്ഞ് കരച്ചില്ല. ഞാൻ കേൾക്കാറുണ്ട്. എവിടുന്ന്? അവിടുന്ന് തന്നെ. Just a dream, everything we feel, everything we have. ഏയ് 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 ദേ നേരം എടുത്തിട്ട് കുറെ നേരമായി.
അവിടെ ഇരിക്ക്. ഇന്നലെ രാത്രി നീ എന്തൊക്കെയാ പറഞ്ഞേ? ഞാനെന്ത് പറയാനാ? ഒന്നും പറഞ്ഞില്ലേ? കേട്ടോ? വിളക്ക് കെടുത്തി. പിന്നെ ഉമ്മ ഉറങ്ങിയിട്ടില്ല. ഉമ്മ ഉറങ്ങിയിട്ട് 2 ദിവസമായി. വേണ്ട. പിന്നെ അങ്ങനെ 1.5 കൊല്ലത്തി വന്നു. എന്റെ പൊന്നല്ലേ. പിന്നെ പൊന്നെ. വിളക്ക് കെടുത്തി. എന്താ ഇത്? ഇങ്ങനുണ്ടോ? ഉമ്മ കേക്കും. ഉമ്മ ഒന്നും കേൾക്കൂല. പിന്നെ ആ ടേപ്പിംഗ് ഇതെന്തിനാണെന്നോ? എനിക്ക് അവിടെ ഇരുന്ന് നിന്റെ ശബ്ദം കേൾക്കാനാ. കഴിഞ്ഞവിടെ വന്നപ്പോ ഞാനിതൊക്കെ ആലോചിച്ചതാ. നിന്റെ നാണം മാറും മുമ്പേ ഞാൻ പോയില്ലേ? ഇപ്രാവശ്യം അങ്ങനെ പോവോ? മോളെ, ആണും പെണ്ണുമായിട്ട് നീ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അച്ഛനാണെ പെൻഷൻ ആവാറായി. ബാലേട്ടന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഒരിക്കലും തടസ്സമാവില്ലമ്മേ. നിന്റെ കല്യാണം കാണാനും നിന്റെ കുഞ്ഞുങ്ങളെ ലാളിക്കാനും ഞങ്ങൾക്കും കൊതിയില്ലേ മോളെ? ഇപ്പോഴത്തെ ചെറുപ്പക്കാരാമ്പിള്ളേര് ആ സന്നിയെ കണ്ടുപഠിക്കണം. ഒരു കണക്കിന് നീയൊക്കെ ഭാഗ്യവാന്മാരാ സണ്ണി. കുറച്ച് കാശിന്റെ കുറവല്ലേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാ സുഖവും സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ലേ? അതുകൊണ്ട് എന്റെ ഷെറീഫെ, എനിക്ക് പറയാൻ അനുസരിച്ചിട്ടും ഞാൻ ഇവിടെ ഒതുങ്ങി കൂടുന്നു. ബുദ്ധിയും സാമർഥ്യം ഉള്ളവന് ഇവിടെ സ്വർഗമാണല്ലേ. ജസ്റ്റ് ഫോളോ മീ ഓർ മൈ ഫാദർ. ശരിയാണടാ സണ്ണി. ഓരോ ഗൾഫുകാരനും കഷ്ടപ്പെടുന്നത് അവന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വീട്ടുകാർക്കും ജീവിക്കാൻ വേണ്ടിയാണ്. അതിനിടയിൽ സ്വയം ജീവിക്കാൻ അവൻ മറന്നുപോകുന്നു. നീ അതും ഇതും പറഞ്ഞ് ഇവന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ. എന്തായാലും ഈ പുളുന്താമാരുടെ വിസ കാര്യം? ഏതെങ്കിലും ഒരു വിസ കിട്ടാൻ ഒരു പ്രയാസമില്ല. തോട്ടിപ്പണിക്കും ഗൾഫിലേക്ക് വിസ കിട്ടും. പക്ഷേ ബാലിനും കുട്ടിയാലിക്കാക്കും പറ്റിയ വിസ വേണ്ടേ? അതുകൊണ്ടാ വൈകുന്നേ. എത്ര വൈകിയാലും വിസ കിട്ടിയാ മതി ഷെരീഫെ. അക്കാര്യം എന്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വിസ വരും. അല്ല, എപ്പോഴാ ഇവരുടെ യാത്ര? ഞാൻ മടങ്ങുമ്പോ ഒന്നിച്ചു പോണം. അതാണ് എന്റെ പ്ലാൻ. ഓക്കെ, അപ്പൊ എന്നാ cheers. Cheers. ദുബായിക്ക് പോയ ആദ്യത്തെ അവധിക്ക് നാട്ടിലെത്തുമ്പോ വിവാഹം. അതാണ് എന്റെ തീരുമാനം. തീരുമാനങ്ങൾ ബുദ്ധിപൂർവമാണെങ്കിൽ പിന്നെ ദുഃഖിക്കേണ്ടി വരില്ല. അല്ല, ഇന്നും ഞമ്മൾ വൈകിപ്പോയി. വൈകിക്ക കുട്ടിയാലിക്ക. പക്ഷെ പെണ്ണ് കെട്ടാൻ വൈകിയാലേ സംഗതി ഫിങ് ആയി പോകും. ബാലൊരു തീരുമാനത്തിലെത്തി. ഞമ്മള് കെട്ടണമെങ്കിലേ ദുബായി പോയി 2 പെങ്ങന്മാരെയും പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മള് നമ്മുടെ കാര്യം ആലോചിക്കും. ഒരു സന്തോഷ വാർത്ത കേട്ടോ. നിങ്ങളുടെ 2 പേരുടെയും വിസ ഷെരീഫ് ശരിയാക്കി. 2 ആഴ്ചക്കുള്ളിൽ വിസ പിങ് എന്ന് പറന്നു വരും. അല്ലോ, വിസ പറന്നാണ് വരുന്നത്. എന്റെ അവിടുത്തെ ഒരു ഫ്രണ്ട് അയച്ചു തരും. കുട്ടിയാലിക്കാക്ക ഈ വീട്ടിൽ ഇന്ന് ആരുമില്ല. എല്ലാരും ആശുപത്രിയില. മോനെ, നീ ഒന്നിനകത്ത് കയറ്റിയത് 2ആയിട്ട് ഇറക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ നിനക്ക് സന്തോഷമല്ലേ? എന്നാ ആ സന്തോഷത്തിന് വേണ്ടി കുട്ടിയാലിക്ക് ഇത് കുടിക്കണം. ഞമ്മക്കിത് ആറാമണ്ട. നമുക്ക് നമ്മുടെ ഷെരീഫ് ഉണ്ടെന്ന് ഹറാമല്ലേ കുട്ടിയാലിക്ക? ചുമ്മാ കുടി. ശരീഫുണ്ടെന്നാണോ? വേണോ? ആര് പാരല്ലേ? ഇവൻ തന്നി സായിപ്പ ഫ്രം ലണ്ടൻ. കുടിക്കേ. വല്ല വായ്പിങ്കരെ മറ്റോ ആണോ ആവോ? എന്നാലും ഷെരീഫല്ലേ തരണത്. പടച്ചോനെ ഞമ്മളോട് പൊറുക്കണേ. ഇവനെ ഇറങ്ങിപ്പോണത് അറിയാട്ടാ. ഷെരീഫേ, എന്നാലും വിസ നിനക്ക് കൂടെ
കൊണ്ടുവന്നൂടായിരുന്നു. തണ്ണിച്ചോ, നിന്റെ അപ്പച്ചന്റെ കലാബോധത്തിന്റെ പെയിന്റ് ഒക്കെ ഇളകി തുടങ്ങിയല്ലോ. അപ്പച്ചൻ പോയേ ഈ കാറ്റിലുള്ള കുടുംബത്തിലെ കലാബോധവും അപ്പം ഈ വീട്ടിലെ കുഴുവളയിന്റെ റബ്ബറിന്റെ കഥകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ സണ്ണിക്കുട്ടി കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പം അവളുമാരുടെ പെയിന്റ് വേണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ വീണാനെ ചെരിപ്പ് കൊണ്ടൊന്ന് കുട്ടിയാലിനെ പാമ്പായി ഞാൻ എവിടെ ഉണ്ടാവും എന്റെ വാച്ചില്